ആരിത്? ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ യൂട്യൂബ് ചാനലിലെ ഓണം വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ആരിത്? ഇന്ന് തിരുവോണാണേ. ദേ ഞങ്ങളൊക്കെ റെഡിയായി. അതെ, ആമി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ട്വിന്നിങ് ആണ് ഗൈസ്. ഞങ്ങളെ ഒരേ ഇത് ഒരു തീമിലാണ് കേട്ടോ ഡ്രസ്സ് സെറ്റ് ചെയ്തേക്കണേ. അബ്ചേട്ടനും അതെ, എല്ലാവരും അതെ, ആദ്യം അതെ. അപ്പൊ കാലത്ത് തന്നെ എണീറ്റ് കറികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. കാരണം ഇപ്രാവശ്യം ഓണത്തിന് ഞങ്ങളൊരു ഡിഫറെന്റ് ആയിട്ട് എല്ലാ വീട്ടിൽ നിന്നും കുറച്ച് കറികൾ, വീട്ടിൽ നിന്ന് 2 കറി, അമ്മ 2-3 കറി, അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ വലിയ ടെൻഷനില്ല. അപ്പൊ കുറച്ചധികം കറികൾ നമുക്ക് ആക്കാം. അപ്പൊ ഞാൻ അതേ കാളൻ റെഡി ആക്കിയിട്ടുണ്ട്, ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആക്കിയിട്ടുണ്ട്, പിന്നെ മത്തങ്ങ എൽശ്ശേരി വെച്ചിട്ടുണ്ട്, അച്ചാറ്, മാങ്ങച്ചാറ്, പിന്നെ കാബേജ് തോരൻ. പിന്നെ ഇത് എന്റെ ഫസ്റ്റത്തെ ഒരു പരീക്ഷണം. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ കൂട്ടുകറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പപ്പടം വറുത്താൽ മതി. കായ്പേരി കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ജാമി സെറ്റ് ചെയ്തതാട്ടെ കേൾസ് ഒക്കെ. അപ്പൊ ഞാൻ പറയാം വേഗം ഫോട്ടോ എടുക്കുക. കാരണം ഇത് എത്ര നേരം നിൽക്കുമെന്ന് പറയാൻ പറ്റില്ലേ. വേഗം ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ചടങ്ങുകൾ അവസാനിപ്പിക്കാൻ വിചാരിച്ചു. ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ ഞങ്ങൾ കാണിച്ചു തരാട്ടാ. ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. എന്താണ് ഈ വീണ്ടും റീൽ എടുക്കായിരുന്നു. ഞാൻ നടക്കണം എടുത്തുന്നാവും റോട്ടിൽ കൂടെ. മാക്സിമം പ്രഹസനാണ് ഗൈസ്. കുപ്പി വള ഇടേണ്ട ആവശ്യമില്ല, വള ഇടേണ്ട ആവശ്യമില്ല. ഞാൻ നല്ല വള മേടിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷെ വളയുടെ ആവശ്യമില്ല, കൈ ഫുൾ സ്ലീവ് ആയതുകൊണ്ട്. പക്ഷെ രസം കിട്ടാമേ, എന്നെ കാണാൻ രസമുണ്ട് ഗൈസ്. ഞാൻ മുടി ഇങ്ങനെ അയച്ചിടാറില്ല. കുറച്ച് ഞാൻ ചിലപ്പോൾ കെട്ടി വയ്ക്കായിരിക്കും. പക്ഷെ ഇപ്പം എന്തായാലും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതിൽ തന്നെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പഴം പൊങ്ങിയത് മാത്രം കഴിക്കാനുള്ളൂ, പുട്ട് തിന്നാനായിട്ട് മൂടിയില്ല. ഉത്രാടത്തിന്റെ വ്ളോഗൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല, സമയം കിട്ടിയില്ല. ഓണം കഴിഞ്ഞിട്ട് നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരമൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്ത് നാളെ ഇടാം. രാമിറ്റൊന്ന് മൈലാഞ്ചി ലോട്ടസ്. ഇതാണട്ടോ ഞങ്ങളുടെ പൂക്കളം ആണ് വെച്ചത്. കാലത്തൊക്കെ മഴ പെയ്യുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം മഴയില്ല ഭാഗ്യത്തിന്. അപ്പോൾ ഈ വർഷത്തിൻ്റെ തിരുവോണത്തിൻ്റെ അന്ന്, തിരുവോണം മാത്രമല്ല കേട്ടോ, അന്ന് നബിദിനാണ്, ടീച്ചേഴ്സ് ഡേ ആണ്. പക്ഷേ ടീച്ചേഴ്സ് ഡേയുടെ അധികം പോസ്റ്റുകളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ തിരുവോണത്തിൽ മുങ്ങിപ്പോയെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് അപ്പോൾ നബിദിനത്തിൻ്റെ റാലി പോയതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നത്. അപ്പോൾ ഇത്തവണത്തെ ഓണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അബ്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയൻ നാട്ടിലെത്തിയിട്ടുണ്ട്, അനിക്കുട്ടൻ, അശ്വതി പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു, ചേട്ടൻ, ചേച്ചി, പിള്ളേർ, അച്ഛൻ, അമ്മ, അങ്ങനെ എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ ഞാൻ അബ്ജാൻ്റെ കുഞ്ഞു ഫാമിലീനെ പരിചയപ്പെടുത്താം കേട്ടോ. അബ്ജാൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് അനിക്കുട്ടൻ, ലെഫ്റ്റ് സൈഡിലുള്ളത് ചേട്ടൻ, പിന്നെ അച്ഛനും അമ്മയും കേട്ടോ. പിന്നെ അതിനൊരു വലിയ ഫാമിലി ആക്കിയത് ഞങ്ങളെല്ലാവരും ആഡ് ഓൺ ആയപ്പോഴാണ്. ഇതാണ് പിള്ളേർ സെറ്റ്. ചേട്ടൻ്റെ 2 പേര്, ഉണ്ണിക്കുട്ടനും കുഞ്ഞും, അവർ നിങ്ങൾ പല വ്ളോഗിലും കണ്ടിട്ടുണ്ടാവും. പിന്നെ അമീന അതിനെ അറിയാലോ. പിന്നെ താഴെ ഇരിക്കുന്നതാണ് അല്ലൂസും പൊന്നൂസും കേട്ടോ. എല്ലാവരും പിള്ളേരായാലും കുറേ നാൾ കൂടിയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. എക്സാം ആയതുകൊണ്ടും പിന്നെ അവരെല്ലാവരും കോടന്നൂരായതുകൊണ്ടും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന പരിപാടിയൊന്നും ഇല്ല, വല്ലപ്പോഴൊക്കെ കാണാറുള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എല്ലാവരും തന്നെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്, ഞങ്ങളും കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുത്തെ മരുമക്കൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് അച്ഛനമ്മയുടെ കൂടെ ഇരുന്ന് ഫോട്ടോസ് എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഡ്രസ് കോഡ് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിലോ ഏതിലോ ഒരു പിക്ക് കണ്ടതിൻ്റെ ഐഡിയയിലാണ് കേട്ടോ എനിക്ക് ഓണം ഇങ്ങനെ സെറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചത്. കാരണം നമ്മൾ എന്തായാലും ഓണത്തിന് ഡ്രസ്സ് വാങ്ങിക്കും, അപ്പോൾ അതൊരു ഡ്രസ് കോഡ് സെറ്റ് ചെയ്താലോ, ഫാമിലി കോംബോ പോലെ ചെയ്താലോ എന്ന് കരുതിയിട്ട് ചെയ്തതാണ്. ഞങ്ങൾ ഇതെല്ലാം ഞാൻ ഈ ക്ലോത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഡെലിവറി ചെയ്യാൻ ലേറ്റായി. പക്ഷെ ഡെലിവറി ചെയ്യാൻ ലേറ്റ് ആയത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനേക്കാളും നല്ലൊരു ക്ലോത്ത് എനിക്ക് പരാഗിൽ പോയപ്പോൾ കിട്ടിയായിരുന്നു. പക്ഷെ കുറേ തിരഞ്ഞു കേട്ടോ. പക്ഷേ എനിക്ക് മാമിക്കൊക്കെ ചെയ്യാൻ സുഖമാണ്. കാരണം ഞാൻ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നത് കൊണ്ട് അതൊരു വലിയ ഇഷ്യൂ അല്ലായിരുന്നു. പക്ഷെ അഭിചാണ്ടും ആദിക്കും അങ്ങനെ സെയിം സെറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ഒരു ടാസ്ക്. പക്ഷെ ഷർട്ട് ഇങ്ങനെ കൊടുത്തപ്പോൾ അത് നന്നായിട്ട് തോന്നി. അത് ചൈനീസ് കളറൊക്കെ വെച്ച് ചെയ്തപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ ആദിക്ക് ഞാൻ ഫുൾ സ്ലീവ് ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ അത് ഇങ്ങനത്തെ സ്ലീവ് ആയിരുന്നു. പക്ഷെ അവൻ അതും ചേരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ മാറ്റി സ്റ്റിച്ച് ചെയ്യിക്കാൻ നിന്നില്ല. പക്ഷെ അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ലെങ്കിൽ ലാസ്റ്റ് സമയത്താണ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഈ വീഡിയോയിൽ നമ്മളൊന്നും പ്ലാൻ ചെയ്തെടുത്തുള്ള വീഡിയോയിൽ എനിക്ക് ഒരാളുടെ ക്യാമറ കൊടുത്ത് എടുക്കുന്ന പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്യാമറയ്ക്ക് ഫേസ് ചെയ്തിട്ടൊന്നല്ല കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. ഇപ്പം ഞാനായാലും പലപ്പോഴും അവിടെ ക്യാമറ വെച്ച കാര്യം ഞാൻ മറന്നു പോയിട്ടായിരുന്നു. ഇപ്പോൾ വിളമ്പാൻ നിൽക്കുമ്പോഴായാലും ഒരുപാട് വീഡിയോസിൽ ഞാൻ അരമണിക്കൂർ വരെ പ്ലേ ചെയ്തുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. നമ്മളങ്ങനെ പ്ലാൻ ചെയ്തെടുത്തുള്ള വീഡിയോ അല്ലാത്തത് കൊണ്ട് തന്നെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ അവിടുത്തെ മരുമക്കൾ. ഞങ്ങളവിടുത്തെ ഞങ്ങൾ മരുമക്കൾ അവിടുത്തെ. എൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് അശ്വതി, അനിക്കുട്ടൻ്റെ വൈഫ്. ലെഫ്റ്റ് സൈഡിലുള്ളത് ചേച്ചി, അജിയേട്ടൻ്റെ വൈഫ്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ മുകളിലിരിക്കുന്നത് അച്ഛനമ്മയ്ക്കൊക്കെ മടുത്തിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ട്. നമുക്ക് ഫോട്ടോ എടുത്ത് പരിചയം, അവർക്ക് ഇങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോൾ ഭയങ്കര മുഷിച്ചിലല്ലേ. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. കാരണം ഓണമാകുമ്പോൾ ചിലവരൊന്നും നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനും അബ്ചേട്ടനും ആദ്യമൊക്കെ ചെറുതായിട്ടെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നു. ആമി കഴിക്കാൻ മറന്നു പോയി എന്നാണ് അവൾ പറഞ്ഞത്. അവൾ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ സദ്യ വിളമ്പാൻ നിന്നു കേട്ടോ. പിള്ളേരൊക്കെ താഴെ ഇങ്ങനെ വട്ടത്തിലിരുത്തി. ഞാൻ ആ ഡ്രസ്സ് മാറാനൊന്നും നിന്നില്ല. ഇന്ന് മൊത്തം എന്താ പറയുക, മൊത്തത്തിലുള്ള അലമ്പ് ഓണക്കോടിയിലാന്ന് പറയില്ല. ഞാനത് വൈകുന്നേരം തന്നെയാണ്. എനിക്ക് റീൽസ് ഒന്നും കിട്ടിയിട്ടില്ല ഈ സമയം വരെ കേട്ടോ. അതാണ് എൻ്റെ മനസ്സിൽ. പിന്നെ ഞങ്ങൾ വിളമ്പാനും കാര്യങ്ങളൊക്കെ നിന്നോട്ടോ. നമ്മുടെ വീട്ടിലായതുകൊണ്ട് തന്നെ നമ്മളാണല്ലോ അവിടെ നേതൃത്വം കൊടുക്കേണ്ടത്. എവിടെ എന്തൊക്കെ ഇരിക്കണമെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ പിന്നെ വിളമ്പാൻ നിന്നു കേട്ടോ. അപ്പോൾ അതേ ഓരോരുത്തരായിട്ട് ഫുഡൊക്കെ കഴിച്ച് എഴുന്നേറ്റ് പോയി. പിള്ളേരെ പച്ചക്കറി എല്ലാ കറികളൊന്നും കഴിക്കൊന്നുമില്ല കേട്ടോ. അവരുടെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് ഇഞ്ചിമുളി അച്ചാറും കാളൻ, ബീറ്റ്റൂട്ട് പച്ചടി, അങ്ങനത്തെ ഐറ്റംസാണ് പിള്ളേർ കൂടുതലായിട്ട് കഴിച്ചത്. പിന്നെ ഓൾവേസ് പപ്പടം. പിന്നെ അവർക്കൊക്കെ വിളമ്പാൻ നിന്നു കേട്ടോ. പിന്നെ ഞാൻ ബക്കറ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്ന ഇലകളൊക്കെ അതോടെ കൂടെ എടുത്ത് കൊണ്ടുപോകാനായിട്ട് കസേരമലാണ് കേട്ടോ ഇരുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, എൻ്റെ അച്ഛനും അമ്മേനും ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആരുമില്ല. ഷഞ്ഞുനും സനുവും ഒക്കെ പരിയാരം ചാലക്കുടിയിലേക്ക് പോയേക്കാണ്. അപ്പോൾ പിന്നെ അവർ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ എല്ലാവരും ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അവരെയും കൂടെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ ഓണം കൂടുന്നത്. നമ്മളിപ്പോൾ ഇവിടുത്തെ പൂരത്തിനും അങ്ങനെയൊക്കെ കൂടിയിട്ടുണ്ടെന്നല്ലാണ്ട് ഓണത്തിന് ഇതുവരെയായിട്ട് കൂടിയിട്ടില്ല. പക്ഷെ ഓണം അവിടെ തറവാട്ടിൽ കൂടുന്ന ഓണം വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. കാരണം നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. അപ്പം റോട്ടിലൂടെ കുറച്ചെങ്കിലും ഒന്ന് ട്രാവൽ ചെയ്ത് പോകാനുള്ളൊരു സ്പേസ് ഉണ്ട്. അടുത്ത് തന്നെയാണ് വീടെങ്കിൽ പോലും ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇല്ല, ഒരു 3-4 മിനിറ്റ് എങ്കിലും വണ്ടിയിലിരുന്ന് പോകാനുള്ള ഒരു അവസരം കിട്ടും. പക്ഷെ ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായില്ല. കുഴപ്പമില്ല, എല്ലാത്തിനും അതിൻ്റെതായ ഒരു രസമുണ്ടെന്ന് പറയില്ലേ. ഇതൊരു വേറെ വൈബ്. പിന്നെ മാത്രമല്ല ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ കറികൾ ട്രൈ ചെയ്യാൻ പറ്റി. എൻ്റെ ഇല നിറഞ്ഞ് കാണുമ്പോൾ ഒരു സന്തോഷം, അത്ര തന്നെ. അതിലുപരി വേറെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. പിള്ളേരാണെങ്കിൽ എല്ലാ കറിയൊന്നും കൂട്ടുന്നവരല്ല, എങ്കിലും ഇല നിറഞ്ഞ് സദ്യ കൊടുക്കുമ്പോൾ ഒരു സന്തോഷം.
അത്ര ആദ്യമാണെങ്കിൽ സദ്യയിലത്തെ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല കേട്ടോ. അച്ചാറ്, ഇഞ്ചമ്പുളി എന്നല്ല, പപ്പടം എന്നല്ലാണ്ട് അവൻ അതിലത്തെ പച്ചക്കറി ഒന്നും തന്നെ കഴിക്കില്ല. വാരി കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ കഴിക്കും, പക്ഷെ തന്നെ ഇട്ട് കൊടുത്ത് അവൻ അതൊന്നും കഴിക്കില്ല. ഞാൻ എന്നിട്ട് പറയാം അച്ഛൻ്റെ അടുത്ത്, പുറത്തവന് സദ്യ പറഞ്ഞാൽ വെറും വേസ്റ്റാണ്, വീട്ടിലത്തെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പിന്നെ ഈ പിള്ളേർക്കൊക്കെ ഓണം തന്നെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഞങ്ങളുടെ മാമൻ്റെ അവിടേക്ക് സദ്യ ഓണത്തിനും വിഷുവിനൊക്കെ നോണാണ് വിളമ്പുക. നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയുണ്ടോ? എനിക്ക് തോന്നുന്ന ഗ്രാമപ്രദേശങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇങ്ങനെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ എല്ലാവരും നോണൊക്കെ മേടിക്കുക, ബാക്കി എല്ലാ ദിവസവും പച്ചക്കറിയല്ലേ, കാരണം കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളവരല്ലേ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ മാമൻ്റെ അവിടെ ഇപ്പോൾ തറവാട്ടിലുള്ളപ്പോൾ ഒക്കെ ചെറുപ്പത്തിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. തറവാട്ടിലുള്ളപ്പോൾ ഇവിടെ നിന്ന് സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ മാമൻ്റെ അവിടേക്ക് പോകും. അപ്പോൾ മാമൻ്റെ അവിടെ പോകുമ്പോൾ ഒരു 2 മണി 2:30 ആവുമല്ലോ. എന്നിട്ട് അവിടെ പോയിട്ട് ഇറച്ചിയും ബീഫും മീനൊക്കെ കൂട്ടിയിട്ട് വീണ്ടും ചോറും കേട്ടോ. ഇപ്രാവശ്യവും ഞങ്ങൾ മാമൻ്റെ അവിടെ പോയപ്പോൾ 2ാം ഓണത്തിൻ്റെ അന്ന് പോയപ്പോൾ അവിടെ നോൺ ഉണ്ടായിരുന്നേ. കുറേ ദിവസം കുറേ അടുപ്പിച്ച് സദ്യ കഴിച്ചിട്ട് പിന്നെ നോൺ കഴിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണല്ലേ. എനിക്ക് ഇപ്രാവശ്യം ഇപ്പോൾ നന്നായി ഫീൽ ചെയ്തായിരുന്നു. കാരണം ഉത്രാടത്തിൻ്റെ അന്ന് ഞങ്ങൾ കടയിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു, നൈറ്റും പച്ചക്കറി ആയിരുന്നു. പിന്നെ ഓണത്തിൻ്റെ അന്ന് ഫുൾ 3 നേരം പച്ചക്കറി കഴിച്ചിട്ട് പിറ്റേ ദിവസം നോൺ കഴിച്ചപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോഡ് ആൾക്കാരുണ്ടായിരുന്നു, പിള്ളേർ വിളമ്പാനായിട്ട്. അപ്പം ചേട്ടന് നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അപ്പം ചേട്ടൻ ആദ്യം തന്നെ കയറിയിരിക്കുന്നുണ്ടായിരുന്നേ. എനിക്കെന്തോ വിശപ്പുണ്ടായിരുന്നില്ല, എൻ്റെ മനസ്സിലൊരു ആദ്യമായിരുന്നു. കാരണം എല്ലാം നന്നായി കഴിയുമോ, കറികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നാവോ എന്നൊക്കെയുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എന്നാണോ പറയുക, എന്തോ ഒരു സംഭവം, ഒരു പതിവില്ലാത്തൊരു സംഭവം. അതെനിക്ക് എല്ലാ തവണയും ഇങ്ങനെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുമ്പോൾ ഉള്ളതാണ് കേട്ടോ. അത് കുറേ പേർക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല എനിക്ക് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ രുചിയൊന്നും ഫീൽ ചെയ്യാറില്ല. പക്ഷെ ഇത്തവണ എനിക്ക് ചെറുതായിട്ടെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി കേട്ടോ. കാരണം എന്താ വെച്ചാൽ പല കറികളും വീട്ടിൽ നിന്നും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലേ. പിന്നെ അങ്ങനെ പൊന്നൂസ് അടിപൊളി പാട്ടൊക്കെ പാടിയായിരുന്നേ. പൊന്നൂസിന് അമ്മമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ പാട്ടൊക്കെ. അപ്പോഴത്തേനും ദേശം അഞ്ജുന സനു പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അവർ ചാലക്കുടിയിലാണ് സനുവിൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്ന് ഓണം ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ ഓണാഘോഷമുള്ള സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും കൂടി ഇരുന്നിട്ട് പിന്നെ അവൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. കാരണം ഇപ്രാവശ്യം വീട്ടിലല്ലായിരുന്നല്ലോ, അച്ഛനമ്മേനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വള വാങ്ങിച്ചതൊക്കെ കാണിച്ചു. ഓണമായി കഴിഞ്ഞ് ഭയങ്കര ഒരു ഇതായാലും ഇപ്രാവശ്യം എല്ലാ വർഷത്തേക്കുള്ള ഉപരിയായിട്ട് ഇപ്രാവശ്യം എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ എന്തോ ഒരു സെലിബ്രേഷൻ മൂഡ് എക്സ്ട്രാ ഉണ്ടായിരുന്നേ ഈ തവണ ഓണത്തിന്. പിന്നെ ഡാൻസായി, പാട്ടായി, മേളായി. പക്ഷെ ഒരു ഡാൻസേ കളിച്ചിട്ടുണ്ടായിരുന്നു. പൊന്നൂസിൻ്റെ ആഗ്രഹപ്രകാരം മോണിക്ക ഡാൻസ് മാത്രം തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ചും കൂടി നേരം നിന്ന് കളിച്ച് വൈബാവാണെങ്കിൽ ഉണ്ണിക്കുട്ടനൊക്കെ ഇറങ്ങിയേനെ. ഉണ്ണിക്കുട്ടൻ ശരിക്കും നല്ല രസമായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും കേട്ടോ. പക്ഷെ അവൻ ഇറങ്ങില്ല. അങ്ങനെ പെട്ടെന്നൊന്നും മുതലിനെ പിടികിട്ടില്ല എന്ന് പറയില്ല, അങ്ങനെയാണ്. അവൻ പാട്ടും പാടും, പക്ഷെ ആ ഒരു വൈബ് വരണം. പക്ഷെ ആ വൈബിലോട്ട് ഇപ്രാവശ്യം എത്തിയില്ല. അപ്പോഴത്തേനും കുഞ്ഞിനെയും മിന്നുവിനെയൊക്കെ വിളിച്ച് ഡാൻസ് കളിപ്പിച്ചു കേട്ടോ. അവരിവിടെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചായിരുന്നേ. സാധാരണ വീട്ടിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി എല്ലാതും റെഡിയാക്കി വെച്ച് ഞങ്ങൾ ഇവിടെയൊക്കെ തറവാട്ടിൽ അബ്ചേട്ടൻ്റെ തറവാട്ടിലൊക്കെ കൂടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോവാറ്. അപ്പോൾ വീട്ടിൽ പോയി പായസവും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കഴിക്കുമായിരുന്നു. അപ്പം ഇത്തവണ പതിവിലും വ്യത്യസ്തമായ ഒരു ഓണായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇത്തിരി ഫ്രീ ആയിരുന്നു, പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഫുള്ളി ബിസിയായി. പക്ഷേ എന്താ പറയുക, ഞാൻ എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ ഇവരുടെ ഡാൻസ് കുറച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട് എനിക്ക് ഇവരെ ഫുള്ള് ഡാൻസ് പാട്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ കുറച്ച് ആഡ് ചെയ്യാമേ. പിന്നെ എനിക്കിവിടെ എടുത്ത് പറയാൻ തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ അച്ഛൻ സുധച്ഛൻ ഉണ്ടല്ലോ, ആ കട്ടിലും എല്ലാവരും കിടക്കുന്ന ഒരു ഇതുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഉള്ളിൽ അച്ഛൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പിള്ളേർ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും തിക്കും തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറിയിരിക്കും. പക്ഷെ അച്ഛൻ കസേരയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ആ റൂമിലൊരു മൂലയിലിട്ട് ആളെല്ലാം തന്നെ എൻജോയ് ചെയ്യണ്ടായിരുന്നു കേട്ടോ.
എനിക്കെന്തോ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളുടെ ഇതും എല്ലാവരും കൂടിയുള്ള ഒരു മൊമെൻറ്റ്സൊക്കെ എല്ലാവരിലേക്കാളും ഉപരിയായിട്ട് എൻജോയ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രായമായവർ തന്നെയാണ് കേട്ടോ. അച്ഛന് പ്രായമായി എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അച്ഛനന്മാർക്കാണ് എല്ലാവരും കൂടുമ്പോഴത്തെ സന്തോഷം കാര്യങ്ങളൊക്കെ കൂടുതൽ. അവരാണ് അത് പ്രതീക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. എനിക്കെന്തോ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് കൂടണം. ശരിക്കും പറഞ്ഞാലേ ഈ പുറത്തൊക്കെ താമസിക്കുന്നവരെ കിട്ടാനാണ് പാട്. നമ്മൾ നാട്ടിലുള്ളവർ പിന്നെയും ഇങ്ങനെ പല മൊമെൻറ്റ്സിലും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടും. അപ്പോൾ കല്യാണം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അപ്പോൾ ഇടയ്ക്കൊക്കെ കൂടും. അങ്ങനെ അതെ അനിക്കുട്ടനൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയിട്ടോ. അവർക്ക് വീട്ടിൽ പോയിട്ട് ഇനി വേറെ പരിപാടികളുണ്ട്. അവർ ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫിലിമിന് പോകണം. അങ്ങനെ അവർ പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് പിന്നെ സനും ഷഞ്ചിനിയും പിള്ളേരൊക്കെ ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു 2:30-3 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് രണ്ടാമതൊരു വിശക്കുന്ന സമയത്തുണ്ട്. നേരത്തെ ഫുഡ് കഴിച്ചിട്ട് പോകുന്നതല്ലേ അവർ അവിടെ നിന്ന്. പിന്നെ അവിടുത്തെ കറികൾ വേറെ, ഇവിടുത്തെ കറികളൊക്കെ വേറെ ആണല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ഫോട്ടോ സെക്ഷൻ ഇവിടെ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുക്കാനിരുന്നു കേട്ടോ. ഇവിടുത്തെ ഗ്രൂപ്പ് ഫോട്ടോയിൽ സനു ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ സനുവിനെ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. എൻ്റെ ഫോൺ അന്ന് ഫോട്ടോസ് കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കായിരുന്നു കേട്ടോ. അതേത് ബൈബിളിലാണ് പറഞ്ഞത്? അതാണ് അവന് എനർജിയായി. നമുക്ക് റീലെടുക്കാൻ പോവാം. ഇനി കുളിച്ചിട്ടൊക്കെ വാട്ടാ. അങ്ങനെ ഞങ്ങൾ സന്ധ്യ ആയപ്പോഴാണ് കേട്ടോ 2 റീൽ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടൻചായൻ്റെ അവിടേക്ക് പോയത്. അങ്ങനെ 2 റീലൊക്കെ എടുത്ത് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി. അത് കഴിഞ്ഞ് പിന്നെ കോസ്റ്റ്യൂമൊക്കെ മാറാണ് കേട്ടോ. കാലത്തത്തെ ഓണക്കോടി മൊത്തത്തിൽ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കാലത്തിട്ടതാണ്, വൈകുന്നേരമാണ് കേട്ടോ അത് മാറ്റിയത്. പിന്നെ എന്തിനാണ് നമ്മൾ ഓണക്കോടി ഇടുന്നല്ലേ, പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ വീണ്ടും മാറാൻ അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ ഉള്ള വേഷത്തിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ കംഫർട്ടബിൾ. വർഷങ്ങളായിട്ട് ഓണക്കോടി ആ ദിവസം മൊത്തം തന്നെ ഉടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഒരു ഡ്രസ്സ് ചേഞ്ചിങ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ സെറ്റ് മുണ്ടാണെന്നുണ്ടെങ്കിൽ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഞാൻ സെറ്റ് മുണ്ട് തന്നെ ഉടുക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കോസ്റ്റ്യൂമുകളൊക്കെ അഴിച്ചു വെച്ച് ഒന്ന് ഫ്രഷ് ആവാൻ തന്നെ വിചാരിച്ചു. കാരണം വയ്യാണ്ടായി ഉണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് പോലും ഒന്ന് കിടക്കാനോ ഇരിക്കാനോ അന്നത്തെ ദിവസം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ മാറിപ്പോയി ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. കാരണം കറികളെല്ലാം തന്നെ ബാക്കിയുണ്ട്, ചോറും ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തും ഡിന്നർ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോവാം. അപ്പം അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ പോയി. ഞങ്ങൾ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോയി കേട്ടോ. വീട്ടിൽ നിന്നും വന്നു. ഉണ്ണിക്കൂട്ടനും കുഞ്ഞും വന്നായിരുന്നു. ബാക്കി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ചേട്ടനും ചേച്ചിയൊക്കെ അവിടെ നിന്ന് കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് പിന്നെ വേണ്ട ചോറ്. അമ്മ രാത്രി ചോറ് കഴിക്കാറില്ല. പിന്നെ അച്ഛനുള്ള ചോറ് കൊടുത്തു വിടുകയും ചെയ്തായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും അച്ഛനും അമ്മയും ഷഞ്ചിനിയും സനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഷഞ്ചുനും സനുമൊക്കെ നാളെ അവർക്കൊരു കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കല്യാണമല്ല, ഹൽദി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞിയുടെ ഒരു കുഞ്ഞ് വ്ളോഗിങ് കണ്ടിട്ട് വന്നാലോ നമുക്ക്. കല്യാണ പരിപാടി ഉണ്ട്. എവിടെ ചാലക്കുടി നമ്മുടെ അധ്യാപകൻ്റെ കല്യാണം. അപ്പോൾ അതിൻ്റെ ഹൽദി ഉണ്ടാകും. ഇന്ന് ഓണപ്പരിപാടിയാണ്. പക്ഷേ ഇന്നത് നടത്തിയിട്ടില്ല. ഓണായി കാരണം അവിടെ കല്യാണം ഹൽദിയൊന്നും നടത്തുന്നില്ല. അപ്പോൾ ഇന്നലെ ഹൽദി നടത്തും. എൻ്റെ അമ്മ ഒരു ടോപ്പ് സിംഗർ ഫാനാണ് കേട്ടോ. ടോപ്പ് സിംഗർ എന്നല്ല, മ്യൂസിക് കോമ്പറ്റീഷനുകളുടെ വലിയൊരു ഫാനാണ്. അമ്മയുടെ ഒരു ആഗ്രഹമാണ് ആമി അങ്ങനത്തെ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുക എന്നുള്ളതും. പക്ഷെ ആമീനെ അമ്മയ്ക്ക് പിടുത്തം കിട്ടിയിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ മത്സരത്തിന് വിടാനായിട്ട്. ഇപ്രാവശ്യം പോയാലോ എന്നൊക്കെ കരുതി. പക്ഷെ ആമിയുടെ കലോത്സവത്തിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട് ഇപ്രാവശ്യം പോയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫൈനലായിരുന്നു. അപ്പോൾ അതായിരുന്നു ഈ നോക്കിയിരിക്കുന്ന ടി വിയിലെല്ലാവരും തന്നെ. പിന്നെ ഞങ്ങളൊരു കിഴക്കുമാട്ടി വരെ നടക്കുന്നുണ്ട്. പക്ഷെ ലേറ്റായി പോണ്ടേ എന്നുള്ളൊരു ആലോചനയിലാണ് കേട്ടോ നിൽക്കുന്നത്. ലാസ്റ്റ് ഷഞ്ഞിനൊരു തീരുമാനം എടുത്തു, അവർ വരുന്നില്ല എന്ന്. പിന്നെ ഞങ്ങൾ പോവാന്ന് കരുതി. വെറുതെ ഒന്ന് കറങ്ങി വരാൻ. കാരണം കാലത്ത് തന്നെ വീട്ടിൽ തന്നെയായിരുന്നു. സാധാരണ നമ്മൾ ഓണത്തിനൊന്ന് കറങ്ങാനൊക്കെ പോകാറുള്ളത്. ഇപ്രാവശ്യം എവിടെയും തന്നെ പോയിട്ടില്ല. ഫുൾ ടൈം വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി വരാമെന്ന് കരുതിട്ടോ.
ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു 9:45 10 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തൊന്നും എന്തായാലും ഉണ്ടാവില്ല എന്നറിയാം. അപ്പം അന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോയതാണല്ലോ നമ്മൾ. അങ്ങനെ അവിടെ പോയപ്പോൾ അവിടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അവർ നടത്തുന്ന നെല്ലങ്കര അവർ നടത്തിയത് തന്നെയായിരുന്നു. പിന്നെ അവിടെ പൂക്കള മത്സരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും തന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഉത്രാടത്തിൻ്റെ തിരക്കിൽ പോയി. ഞാൻ അടുത്ത തവണ ആ ദിവസം ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം പോയി അവിടെ പൂക്കളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നെക്സ്റ്റ് ടൈം സെറ്റാക്കാം. ഞങ്ങൾ കാവടി കാണാൻ പോയിട്ട് അവിടെ ഇല്ല ഗൈസ്, വൈകുന്നേരം ഇല്ലാത്ത കാവടി. നേരത്തോടെ പോയുണ്ട് എല്ലാം കഴിഞ്ഞു. അവര് മറ്റേതിൻ്റെ ഫൈനലാണായിരിക്കും, ഇതിൻ്റെ ടോപ്പ് സിംഗർ ഫൈനലാണായിരിക്കുമായിരുന്നു. എനിക്ക് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഇത് അടുക്കളയൊക്കെ ഒതുക്കി അമ്മ ഉണ്ടായിരുന്നു കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ബാക്കിയുള്ള ഇതൊക്കെ അമ്മ കൊണ്ടുപോയി കോഴികൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട്. പച്ചക്കറി ആകുമ്പോൾ എല്ലാ കറികളും അങ്ങനെ ഫിനിഷ് ആവില്ലല്ലോ, കുറച്ചൊക്കെ തന്നെയുള്ളൂ. അങ്ങനെ ഇന്നത്തെ തിരുവോണം ഇവിടെ അവസാനിക്കുകയാണ്. ആമിക്ക് ഭയങ്കര സങ്കടമാണ് ഗൈസ്. ഇനി ഓണം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത വർഷമല്ലേ കുമ്മാട്ടി കഴിയാത്ത. അപ്പം നാളെ അമ്മയുടെ അവിടെ അമ്മയുടെ വീടിൻ്റെ ആ ഭാഗത്ത് കണ്ടശാങ്കടവില് വള്ളംകളിയുണ്ട്. ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. ഒരിക്കൽ വള്ളംകളി കാണാനല്ല, വെറുതെ അവിടെ പോയപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ കാര്യമായിട്ടൊന്നും അതിനെ പറ്റിയിട്ട് വലിയ അറിവൊന്നുമില്ല. അപ്പം നാളെ ഞങ്ങളത് പോയി കണ്ടാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അച്ചാച്ചനെ കാണാൻ പോവാറുണ്ട്. അപ്പോൾ നാളെ പോവാന്ന് കരുതി. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് അവിടെയാണ്. അപ്പോൾ നാളത്തെ വ്ളോഗിൽ കാണാം കേട്ടോ. എനിക്ക് ഇപ്പോൾ കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. ഇതൊക്കെ കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പടക്കം പൊട്ടിക്കുന്ന പോലെ അടുപ്പിച്ചങ്ങോട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഈ വർഷത്തെ 2025 തിരുവോണം ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഓരോ വർഷം പോകുമ്പോഴും ഭയങ്കര സങ്കടമുണ്ട്. ഇപ്രാവശ്യം കുറേ ഡ്രസ്സിങ്ങിലൊക്കെ കുറേ ഫ്ലോപ്പ് വരുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ വലിയ കുഴപ്പമില്ലാണ്ട് നന്നായി കഴിഞ്ഞു. പക്ഷെ എനിക്ക് ആ സംഭവത്തിന്റെ റീഫണ്ട് കിട്ടിയിട്ടില്ല. ക്ലോത്ത് റിട്ടേൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡെലിവറി ലേറ്റ് ആയിട്ട് അതിൻ്റെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളായി. ഇനി നാളെ ഞാൻ എങ്ങനെ വ്ളോഗ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ റീഫണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നോക്കണം. അവർക്കിടെ അത് എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓണൊക്കെ ആയതുകൊണ്ടാവും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് നാളത്തെ വ്ളോഗിൽ അല്ലെങ്കിൽ മറ്റൊരു ദിവസം വീണ്ടും കാണുന്നത് വരെ ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.